ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമ കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉള്ള പ്രഖ്യാപനങ്ങളാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യമുണ്ട്. ഒരു മോഡി സ്റ്റൈലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ശ്രീ പിണറായിയും ചിന്തിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കും, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കും. 5 വർഷം മുമ്പ് വന്ന ഗവൺമെൻറ് അന്ന് പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പോലും നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ വിമർശനം വരുമ്പോൾ ആ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവസാനം പേരിന് ചില വർധനവ് നടത്തി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇപ്പം ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ 400 രൂപ വർദ്ധിച്ചു. അവർ തന്നെ പറഞ്ഞ് 2500 ആക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും 2000 നിൽക്കുന്നത്. 5 കൊല്ലം മുമ്പ് 2500 ആക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴും 2000 നിൽക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ആശമാർക്ക് കിട്ടുന്നത് 33 റുപ്യാണ് അധികം കിട്ടുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് വ്യക്തമാണ്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും. കാരണം ഇതിൻ്റെ ബാധ്യതകളെല്ലാം വരാൻ വേണ്ടി പോകുന്ന അടുത്ത സർക്കാരിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അടുത്ത സർക്കാരിൻ്റെ മുകളിൽ ബാധ്യത വെക്കാൻ വേണ്ടിയിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുക. എന്തായാലും എന്തിൻ്റെ പേരിലായാലും ജനങ്ങൾക്ക് ചില ആശ്വാസം കിട്ടുന്നത് സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. 10 റുപ്യെങ്കിൽ 10 റുപ്യ കിട്ടട്ടെ ജനങ്ങൾക്ക്. പക്ഷേ ഇത് ഇലക്ഷന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ട മാത്രം കാര്യങ്ങളാണോ? ഇതവർ അവകാശപ്പെട്ടതല്ലേ ജനങ്ങൾ? നിങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത്ര ചെയ്യും. എന്നിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം നടത്തുന്ന ഈ സോപ്പ് പരിപാടി സത്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ ഇതിൽ പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, കർഷകരാകെ ദുരിതത്തിലാണ്. നെൽകൃഷി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അത് കൃഷിക്കാരൻ ആ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. തങ്ങൾ കൃഷി ചെയ്ത നെല്ലിൻ്റെ കാശ് കിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിലുള്ളത്. ഇപ്പം ഇന്നലെ അവർ പ്രഖ്യാപിച്ചു കുറച്ച് ആശ്വാസം. പക്ഷേ 130 കോടി രൂപ കുടിശ്ശികയാണ്. ഇന്നിപ്പോൾ കൃഷിക്കാർക്കും താല്പര്യമില്ല, അത് സംതൃപ്തരല്ല, മില്ലുടമകളും സംതൃപ്തരല്ല. പിന്നെ ആരെ സംതൃപ്തരാക്കാനാണ് ഈ പ്രഖ്യാപനം? അപ്പോൾ നെല്ല് സംഭരണ കാര്യത്തിൽ കൃഷിക്കാരൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായ നിലപാട്. ഇന്നത്തെ പ്രഖ്യാപനത്തിൽ വെറും അതും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമല്ലാതെ ഉണ്ടായിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ പ്രചാരണത്തിലടക്കം ഇത് UDF ഒരു തിരിച്ചടിയാവില്ല? ഒരിക്കലുമില്ല. UDF കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. പക്ഷേ ഞങ്ങൾ 5 കൊല്ലം മുമ്പ് അവർ പറഞ്ഞ് നടപ്പിലാക്കാമെന്ന് പറഞ്ഞ കാര്യം 5 കൊല്ലം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാതിരിക്കുമ്പോൾ അതല്ല. ഞങ്ങളൊരു മോഡൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഒക്കെ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യം ആദ്യ 6 മാസങ്ങൾക്ക് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തവരാണ് ഞങ്ങളുടെ ഗവൺമെൻറ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇതുണ്ടാവും. UDF ഒറ്റക്കെട്ടായിട്ടുണ്ടാവും, കോൺഗ്രസിന് അതിൻ്റെതായിട്ടുണ്ടാവും, എല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാവും. ഈ CPM കീഴടങ്ങിയ തലക്കൊട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്നലെ തന്നെ പ്രഖ്യാപനത്തിൽ തിരഞ്ഞെടുത്തത്. എന്താ സംശയം? അല്ല, ശബരിമലയിലെ ഇഷ്യൂ അവിടെ നിൽക്കുകയാണല്ലോ ജനങ്ങളുടെ മുന്നിൽ. സത്യത്തിൽ ദേവൻ്റെ സ്വത്ത് കട്ടതിൻ്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ആലോചിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. PM ശ്രീയിൽ എന്താ സംഭവിച്ചത്? PM ശ്രീ, നിങ്ങൾ ഡൽഹി പത്രപ്രവർത്തനമാണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു കത്ത് എഴുതിയാൽ ആ കരാർ പിൻവലിക്കപ്പെടുമോ? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുന്നു. ആ എഗ്രിമെൻറ്റ് പിന്നെ ഗവൺമെൻറ് കത്തെഴുതിയിട്ട് ആരെ കളിപ്പിക്കാനാണ് അവർ പറയുന്നത്? പിന്നെ CPIക്ക് അത് മതിയെങ്കിൽ അതവർ ആശ്വസിക്കട്ടെ. അവർ പറഞ്ഞ കാര്യം നടപ്പിലായതുകൊണ്ട് അവർ ആശ്വസിക്കട്ടെ. പക്ഷേ അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കൽ ഒപ്പിട്ടാൽ ആ ഒപ്പിൽ നിന്ന് പിൻവാങ്ങുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. അതൊരു കത്തുകൊണ്ട് പിൻവാങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം CPI ജനറൽ സെക്രട്ടറിയുടെ ഇന്നലത്തെ പ്രസ്ഥാനം, അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. തെറ്റുപറ്റി എന്നുള്ളത് CPM മനസ്സിലായിരുന്നു. അപ്പോൾ ഈ തെറ്റാരാ ചെയ്തത്? പാർട്ടി നയമില്ല, LDF നയമില്ല. അതുപോലെ തന്നെ ഘടകകക്ഷിയായ CPIക്ക് എതിർപ്പ്. പിന്നെ ഈ നയങ്ങളൊന്നും ഇല്ലാതെ ആരാണ് പോയി ഒപ്പിടാൻ പറഞ്ഞത്? CPM തെറ്റുപറ്റി എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ആ പദ്ധതിയിൽ നിന്നും തെറ്റുപറ്റി എന്നത് അവർ തുറന്നു പറഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറാവാണ് കേരള ജനതയോട്.
അത് പറഞ്ഞത് വേറെ ആരുമല്ല, CPI ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞത്. വളരെ ഗൗരവതരമായിട്ടാണ് ഇന്നലെ കണ്ടത്. CPI ജനറൽ സെക്രട്ടറി പറയുന്നത് CPIന് തെറ്റുപറ്റി. അത് ഗുരുതരമായ കാര്യമല്ലേ? അപ്പം അത്രയും ഒരു ഘടകകക്ഷി പറയുന്ന അവസ്ഥയിൽ പോലും എത്തിക്കാൻ, ഇത് നിർബന്ധിപ്പിക്കാൻ ഈ കരാർ എന്താണ് കാരണമെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അജ്ഞാതമല്ല, എല്ലാവർക്കും അറിയാം, പക്ഷേ അജ്ഞാതമാണെന്ന് നടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടും BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് വ്യക്തമാണ്.